ഹലോ, ഹോപ്പ് യു ഓൾ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ട്രെയിനിലാണ്. ട്രെയിനിലിരുന്നിട്ടാണ് ഞാൻ ഈ കലാപരിപാടികളെല്ലാം ഒപ്പിക്കുന്നത്. ട്രെയിനിൽ ഫുൾ ആൾക്കാരാണ്, ബട്ട് ഐ ഡോണ്ട് കെയർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ, ബട്ട് നല്ല മോയ്സ്ചറൈസർ ആണ്. ദെൻ ലിപ് ബാം ആണ്. നിങ്ങൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന മുമ്പേ ലിപ് ബാം യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ദെൻ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ലിപ്സ്റ്റിക് ആണ്. എനിവേ ഐ എം യൂസിങ് ഇറ്റ് ഐ ഷാഡോ ആൻഡ് ചീക്ക് ടിൻറ്റ്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുക. ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ 3 കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇവിടെ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല, ബട്ട് ഞാൻ യൂഷ്വലി സൺസ്ക്രീനും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയിലെ മെയിൻ പാർട്ടാണ് ഐസ്. വിങ്ഡ് ഐലൈനർ ലുക്കാണ് ഞാൻ യൂഷ്വലി ചെയ്യാറ്. പിന്നെ നെക്സ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഐബ്രോ ഷേപ്പ് ചെയ്യാനാണ്. ഇത് ഐബ്രോ പെൻസിലാണ്, പക്ഷെ ഒരു പണി കിട്ടി, ക്യാപ്പ് പൊട്ടിപ്പോയി, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ യൂഷ്വലി ഇങ്ങനെയായിരിക്കും മേക്കപ്പ് ഒക്കെ ചെയ്യുക. അധികം ഫൗണ്ടേഷൻസോ ക്രീംസോ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല, കാരണം എൻ്റെത് പിമ്പിൾ പ്രോൺ ഫേസ് ആണ്. സോ എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ ഉടനെ പിമ്പിൾസ് വരും. സോ ഞാൻ അധികം ബുദ്ധിമുട്ടിക്കാറില്ല എൻ്റെ ഫേസിനെ. പിന്നെ നെക്സ്റ്റ് മസ്കാര. ഇതും ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ മേക്കപ്പിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ട്. ലിപ്സ്റ്റിക് ഇല്ലാതെ ഒരു ജീവിതമില്ല. ലിപ്സ്റ്റിക്കാണ് സാറേ മെയിൻ. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ വരും, ഓട്ടോമാറ്റിക്കലി ഒരു ഗ്ലോ വരും. ആൻഡ് ദിസ് ഈസ് ദ കംപ്ലീറ്റഡ് ലുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.